ഹിജാബ് വിവാദത്തിൽ എറണാകുളം സെന്റ് റീത്താസ് പബ്ലിക് സ്കൂൾ മാനേജ്മെന്റിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് സ്കൂൾ വിടാൻ ഒരുങ്ങുന്ന കുട്ടികളുടെ TC അപേക്ഷയിൽ തീരുമാനമായി. LP സ്കൂളിലെ 2 കുട്ടികളുടെ TC നൽകുന്നതിന് തടസ്സമില്ല എന്ന് രക്ഷിതാക്കളെ അധികൃതർ അറിയിച്ചു. അതേസമയം ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കാൻ ഇരിക്കെ ഹൈക്കോടതി നിലപാട് അറിഞ്ഞ ശേഷം ആകും ഹിജാബ് ധരിക്കുന്നതിന് വിലക്ക് നേരിട്ട വിദ്യാർത്ഥിനി സ്കൂൾ മാറുന്നതിൽ തീരുമാനം എടുക്കുക. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, കഴിഞ്ഞ ദിവസം 2 കുട്ടികളുടെ രക്ഷിതാക്കൾ മാധ്യമങ്ങളോട് വളരെ കൃത്യമായി പറഞ്ഞതാണ് അവർക്കിനി ആ സ്കൂളിൽ തുടരാൻ താല്പര്യമില്ല എന്നുള്ളത്. അതിനുശേഷം സ്കൂൾ അവധി ദിനങ്ങൾ ആയിരുന്നു കടന്നുപോയത് എന്ന് നമുക്കറിയാം. ഇന്നിപ്പോൾ പ്രവൃത്തി ദിനമാണ്. ഇവർ അപേക്ഷ നൽകിയോ, ഒഫീഷ്യലായി തന്നെ ഇവർക്ക് TC ലഭിച്ചോ? എന്താണ് അത്തരം കാര്യങ്ങളിൽ വ്യക്തതയുണ്ടോ? അഭിലാഷ, ഈ കുട്ടികളുടെ രക്ഷിതാക്കൾ വെള്ളിയാഴ്ച തന്നെ അപേക്ഷ നൽകിയിരുന്നു. പിന്നീട് അവധി ദിവസങ്ങളിലേക്ക് പോയി. അതിനുശേഷം വന്ന പ്രവൃത്തി ദിനത്തിൽ തന്നെയാണ് സ്കൂൾ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടപ്പോൾ ഇക്കാര്യങ്ങൾ അറിയിച്ചത്. TC നൽകുന്നതിന് സാങ്കേതികമായി ഒരു തടസ്സവുമില്ലെന്നും അത് തങ്ങൾ തരാൻ തയ്യാറാണെന്നും എപ്പോൾ വേണമെങ്കിലും അതിന് സമീപിക്കാമെന്നും സ്കൂൾ മാനേജ്മെൻറ്റ് അറിയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് വരും ദിവസം അവർ സ്കൂളിലെത്തി TC വാങ്ങും എന്നാണ് നമ്മൾ അവരുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അടുത്ത ദിവസം തന്നെ അവർ തേവര അവർ ലേഡീസ് കോൺവെൻറ്റ് സ്കൂളിലേക്ക് കുട്ടികളെ മാറ്റുന്നു എന്നാണ് പറഞ്ഞത്. 2 പെൺകുട്ടികളാണ്, 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ്. അവരെ ആ സ്കൂളിലേക്ക് മാറ്റുന്നു എന്നാണ് പറഞ്ഞത്. നേരത്തെ അവർ പറഞ്ഞതുപോലെ ഇതിൽ ഉള്ളൊരു നടപടി എന്ന് പറയുന്നത് ഹിജാബ് ധരിക്കുക, അതിൽ അവർ അനുവാദം കൊടുക്കാതിരിക്കുക, അതിൽ ആ രീതിയിലുള്ള ഒരു പ്രതിഷേധമായിട്ട് ഇതിനെ കാണരുത് എന്നവർ പറയുന്നു. മറിച്ച് ഈ വിഷയത്തിലുള്ള ചില പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ സ്കൂൾ പ്രിൻസിപ്പളും PTA പ്രസിഡന്റും നടത്തിയ പ്രതികരണങ്ങൾ അങ്ങേയറ്റം വേദനാജനകമായ ചില പ്രസ്താവനകൾ അതിലുണ്ടായിരുന്നു. അത് തങ്ങളെ വേദനിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അത് ഈ സമുദായ ധ്രുവീകരണത്തിന് എല്ലാം കാരണമാകുന്ന രീതിയിലാണ് ഇവർ സംസാരിച്ചത്. അപ്പോൾ അത്തരം പ്രസ്താവനകളെ നീതീകരിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് തങ്ങൾ സ്കൂൾ മാറുന്നതിനെക്കുറിച്ച് ചിന്തിച്ചത്. തങ്ങളുടെ കുട്ടികളെ മറ്റൊരിടത്തേക്ക് മാറ്റാമെന്ന് അവർ ആലോചിച്ച്. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളോട് തങ്ങൾക്ക് ബഹുമാനമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു കോൺവെൻറ്റ് സ്കൂൾ തന്നെ തങ്ങൾ ഇതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്നതുമെന്നെല്ലാം തന്നെ ഇവർ വ്യക്തമാക്കുകയുണ്ട്. ഏതായാലും അവർ നൽകിയ അപേക്ഷയിൽ സ്കൂൾ മാനേജ്മെൻറ്റ് തീരുമാനമെടുക്കുകയാണ്. കാരണം അത് തടഞ്ഞു വെക്കേണ്ടതോ അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. ശരി, അവിടെ ഡാനി സൂചിപ്പിക്കുന്ന പോലെ ഇപ്പോൾ മാനേജ്മെന്റ് കൃത്യമായ ഒരു തീരുമാനം എടുത്ത സ്ഥിതിക്ക് അതിൽ ഇനിയിപ്പോൾ ഒരു തുടർച്ചയിലേക്ക് പോകേണ്ടതില്ല. സ്വാഭാവികമായും 2 കുട്ടികളുടെ രക്ഷിതാക്കൾ അവർ ഒന്ന് തന്നെയാണ്, അവരുടെ 2 മക്കളാണ്. അവരെ സ്കൂൾ മാറ്റാൻ തീരുമാനിക്കുന്നു, TC നൽകുന്നു. ആ TC നൽകാൻ അധികൃതർ തയ്യാറാകുന്നു. ഇനിയിപ്പോൾ പ്രധാനം ഈ വിവാദത്തിലേക്ക് നയിച്ച പെൺകുട്ടിയെ അവിടെ നിന്ന് മാറ്റുന്നുണ്ടോ എന്നത് ആണല്ലോ. പല പ്രതികരണങ്ങളായിരുന്നു ആ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. നേരത്തെ ഇതേ സ്കൂളിൽ തന്നെ ഇതേ യൂണിഫോം ധരിപ്പിച്ചുകൊണ്ട് തന്നെ മകളെ വിടാൻ ഒരുക്കമാണ്, ഇതൊരു പ്രശ്നമാക്കി മാറ്റേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു. പിന്നീട് വന്ന പ്രതികരണം അനുസരിച്ച് അവിടെ നിന്ന് TC വാങ്ങാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കോടതി എന്ത് പറയട്ടെ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളുമായി പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന കോടതിയുടെ തീരുമാനം പ്രധാനപ്പെട്ടതായി മാറുമോ? തീർച്ചയായും അഭിലാഷ, വരാനിരിക്കുന്ന കോടതി തീരുമാനം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമാകുക. അഭിലാഷ സൂചിപ്പിച്ചതുപോലെ അത് ശരിയാണ്. കാരണം മൂന്ന് പ്രസ്താവനകളാണ്. അതായത് 3 സമയത്തായിരുന്നു എന്നത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതിൽ ചില ചർച്ചകളുടെ അടിസ്ഥാനത്തിലായിരുന്നു സ്കൂളിലേക്ക് വിടാൻ തീരുമാനമെടുത്തത്. പക്ഷേ പിന്നീട് അതിനുശേഷം വന്ന മന്ത്രിയുടെ അടക്കമുള്ളൊരു പ്രസ്താവനകൾ വന്നിരുന്നു. അതിൽ പിന്നീട് ആ വിഷയം കുറച്ചുകൂടി ഗൗരവ സ്വഭാവത്തിലേക്ക് അടക്കം നീങ്ങുന്നു, വാദപ്രതിവാദങ്ങളിലേക്ക് നീങ്ങുന്നു എന്നൊരവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ താൻ അവിടെ TC പഠിപ്പിക്കുന്നില്ല, തൻ്റെ കുട്ടി ഇത്രയും വലിയൊരു വിവാദത്തിലേക്ക് അകപ്പെടുന്നു, അതുകൊണ്ട് ഇനി ആ സ്കൂളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല, കുട്ടിയെ മാറ്റുകയാണ് എന്നതടക്കമുള്ള രീതിയിലേക്ക് വന്നിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ വിഷയത്തിൽ കോടതി ഇടപെട്ടപ്പോഴാണ് കോടതി ഇടപെടാനുള്ളൊരു കാരണം സ്കൂൾ അധികൃതർക്ക് നൽകിയ നോട്ടീസ് നൽകിയിരുന്നു. ഈ വിഷയത്തിലുള്ളൊരു തീരുമാനമടക്കം എടുക്കുക, ചില നിർദ്ദേശങ്ങളോടുകൂടിയ കാര്യങ്ങൾ സർക്കാരിൽ നിന്ന് സർക്കുലറായിട്ട് സ്കൂളിന് നൽകിയിരുന്നു. ആ സർക്കുലറിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സെന്റ് റീത്താസ് സ്കൂൾ മാനേജ്മെൻറ്റ് തൊട്ടടുത്ത ദിവസം തന്നെ ഹൈക്കോടതിയിലേക്ക് സമീപിക്കുകയും ഈ സർക്കുലർ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അത് കോടതി വിസമ്മതിച്ചു. സർക്കുലർ സ്റ്റേ ചെയ്യുന്നതിൽ സർക്കാരിൻ്റെ കൂടി വിശദീകരണം അറിഞ്ഞിട്ട് മാത്രം അതിൽ നടപടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞു. ആ ഒരു സമയത്താണ് സ്കൂൾ മാനേജ്മെൻറ്റ് ഈ വിഷയത്തിൽ സർക്കാർ എടുത്ത തീരുമാനങ്ങൾ അത് കോടതി അറിയിക്കുമ്പോൾ കോടതി
ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത്, തങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ അതുകൂടി അറിഞ്ഞിട്ട് മറ്റു കാര്യങ്ങളിൽ തീരുമാനമെടുക്കാം, സ്കൂൾ മാറുന്നത് അടക്കമുള്ള വിഷയങ്ങളിൽ തീരുമാനമെടുക്കാം എന്നതാണ് ഇപ്പോഴത്തെ അവരുടെ ഒരു നിലപാട്. വെള്ളിയാഴ്ചയാണ് ഈ കേസ് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നത്. അപ്പോൾ സർക്കാർ നടത്തിയ ഇടപെടലുകളുടെ ഒരു സമഗ്രമായ വിവരം, ഈ സർക്കുലറിൻ്റെ ഒരു സ്വഭാവം, മറ്റിടങ്ങളിൽ സർക്കാർ ഇടപെട്ട രീതികൾ, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ കോടതി മുൻപാകെ സമർപ്പിക്കുകയും ചെയ്യും. ഏതായാലും ആ കാര്യങ്ങൾ വെള്ളിയാഴ്ച കോടതിക്ക് മുന്നിലേക്ക് വരുമ്പോൾ ഈ വെള്ളിയാഴ്ച വരെയും കുട്ടി സ്കൂളിലേക്ക് എത്തുകയില്ല എന്നാണ്, തങ്ങൾ അയക്കുന്നില്ല എന്നതാണ് രക്ഷിതാക്കൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും വെള്ളിയാഴ്ച ഹൈക്കോടതി കേസ് പരിഗണിക്കുമ്പോൾ കോടതി വിധി എന്തായിരിക്കും, കോടതിയുടെ പരാമർശങ്ങൾ എന്തായിരിക്കും എന്നതെല്ലാം ഈ വിഷയത്തിൽ, ഈ വിവാദമായ ഈ വിഷയത്തിൽ വളരെ നിർണായകം തന്നെയാണ്. യെസ്, അതാണ് സൂചിപ്പിക്കുന്ന പോലെ കോടതി ഇനി എന്ത് പറയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഒരുപക്ഷെ കോടതി ഹിജാബ് അനുവദിക്കാം എന്ന തീരുമാനത്തിലേക്ക് പോയാൽ പിന്നീട് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും എന്നുള്ളതാണ്. മാനേജ്മെൻറ്റ് ഇപ്പോഴും അവരുടെ യൂണിഫോം ധരിച്ചുകൊണ്ട് മാത്രമേ വരാൻ പാടുള്ളൂ എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഹിജാബ് അനുവദിക്കില്ല എന്നുള്ളതാണെങ്കിൽ ഒരുപക്ഷെ TC വാങ്ങിയ പെൺകുട്ടിയെ സ്കൂൾ മാറ്റിയേക്കാം. അല്ല എങ്കിൽ പിന്നീടുള്ള നടപടികളാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യത. എന്തായാലും വിഷയം കോടതിയുടെ പരിഗണനയിൽ ആണ്. കോടതിയുടെ ഉത്തരവ് വരെ കാത്തിരിക്കേണ്ടതായും വരും.